ശ്രീ അനൂപ് ജേക്കബ്. സർ, 2019 ഈ ക്ഷേമനിധി നിയമം ഈ സഭ പാസ്സാക്കിയത്. 2020 ഇതിൻ്റെ ബോർഡ് നിലവിൽ വന്നു. ചെയർമാൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. പക്ഷേ സർ, 3 വർഷത്തോളം ഇതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലമായിരുന്നു. 20 ലക്ഷത്തോളം കർഷകരെ ഇതിൻ്റെ അകത്ത് അംഗങ്ങളാക്കുമെന്നുള്ളതാണ് മന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായിരുന്നത്. ഇന്ന് അങ്ങ് നൽകിയ മറുപടിയിൽ 15,049 പേരാണ് ആകെ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്തേക്ക് രജിസ്ട്രേഷൻ ഈ 3 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ, ഗവൺമെൻറ് പ്രതീക്ഷിച്ച പോലെ വരാതിരിക്കുന്നത്? 5,000 രൂപ പെൻഷൻ നൽകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഈ ക്ഷേമനിധി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ പെൻഷൻ കൃത്യമായി ഇതിൻ്റെ അംഗങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്ക് ലഭിക്കുമെന്നത് മന്ത്രിക്ക് ഈ സഭയ്ക്ക് ഉറപ്പ് നൽകാൻ കഴിയും? മിനിസ്റ്റർ. അല്ല, ഇതിൻ്റെ പ്രവർത്തനം ഇവർ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം ആയതേ ഉള്ളൂ. ഇതിനകം തന്നെ രജിസ്ട്രേഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ചെയ്യാനുള്ളത് അതാത് ജില്ലകളിൽ പരമാവധി കർഷകരെ രജിസ്ട്രേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ശ്രമം നമ്മളും കൂടെ ചെയ്താൽ ഇത് നല്ലതുപോലെ വർദ്ധിക്കും. ഇത് നമ്മളൊന്നും പറയാതെ, കർഷകരെ സമീപിക്കാതെ ഇത് കൂടുതൽ മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് അതിന് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ കേരളത്തിലൊട്ടാകെ തന്നെ നമ്മുടെ ഇത്തരത്തിൽ കർഷകർക്ക് ഇത്തരത്തിലുള്ളൊരു ബോർഡ് ഉണ്ട്. കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് രജിസ്ട്രേഷൻ നടത്തണം എന്നുള്ളത് നമുക്ക് ചെയ്യാം. വരാൻ പോകുന്ന ദിനങ്ങളിൽ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ ആരംഭിക്കാമെന്ന് മാത്രമേ ഞാൻ ഈ അവസരം